ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഓൺമാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയ ഒരു കുട്ടി വ്ളോഗാണ്. കണ്ടോ, കാർമേഘം മൂടിയിരിക്കുന്ന ഒരു അന്തരീക്ഷം. പിന്നെ ഇത് യുവിൻ്റെ ഫസ്റ്റ് കലാപരിപാടിയാണ്, ഷോപ്പിംഗ് കാർട്ടിൽ ഇരുത്തുക എന്നുള്ളത്. അത് ഞാൻ ഇന്ന് അച്ഛന് വിട്ടു കൊടുത്തിരിക്കുകയാണ്. അല്ല, എന്നും അച്ഛൻ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഓക്കെ, നമുക്ക് അകത്തേക്ക് പോകാം അല്ലേ. നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ഫുള്ളൊരു ഖത്തർ നാഷണൽ ഡേ വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഫുള്ള് മെറൂൺ ആൻഡ് വൈറ്റ് തീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഗതികൾ. പിന്നെ കുട്ടികൾക്ക് അവർ സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ ഇവിടെ നാഷണൽ ഡേൻ്റെ സെലിബ്രേഷൻസിൽ പങ്കെടുക്കാനും ഒക്കെ അവർ ഫ്ലാഗിൻ്റെ തീമിലുള്ള ഒരുപാട് ആക്സസറീസ് ഞങ്ങളവിടെ കണ്ടു. അപ്പോൾ നമുക്ക് നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഓർമ്മ വന്നു. നമ്മുടെ ഫ്ലാഗും അതിൻ്റെ ഓരോ റിബണും ബാൻഡും ഒക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ, അതേപോലെ ഇവിടെ കുട്ടികളുടെ ഒരു വലിയ ആഘോഷം കേട്ടോ നാഷണൽ ഡേ. കുട്ടികൾക്ക് എന്നല്ല, എല്ലാവർക്കും ഒരു ഹോളിഡേ കിട്ടുകയാണ്. പിന്നെ ഇവിടുത്തെ പരേഡ്, ഇവിടുത്തെ ഒരുപാട് എക്സിബിഷൻസ് കാര്യങ്ങൾ, നല്ലൊരു വൈബ് ടൈമാണ്. അങ്ങനെ ഇതൊരു കാക്ടസിൻ്റെ വീഡിയോ, ജസ്റ്റ് തൊട്ട് നോക്കുക, കാക്ടസ് തന്നെ അല്ലേ, ഒറിജിനൽ അല്ലേ എന്നുള്ളത്. എന്നിട്ട് എന്നോട് തൊട്ട് നോക്കാൻ പറയുന്നുണ്ട്, കാരണം അത് കുറച്ച് ഷാർപ്പായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടു. പിന്നെ ഇത് കുറേ ചെടികൾ, പൂക്കളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പ് കാലം തുടങ്ങിയല്ലോ, വിൻ്റർ തുടങ്ങിയോണ്ട് ഇപ്പോൾ ഫുള്ള് ഇവിടെ ആർക്കെങ്കിലും ഇങ്ങനെ ഫാമോ ഗാർഡനോ, ഫാമിങ്ങും ഗാർഡനോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് വാങ്ങിച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നനച്ച് നോക്കാൻ ടൈമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കാം. പിന്നെ ഇത് കുറച്ച് ഫേക്ക് ഫ്ലവേഴ്സ് ആയിരുന്നു, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞാനത് കുറച്ച് നേരം തൊട്ട് നോക്കുകയോ ചെയ്തു. അപ്പോഴാണ് ഇവിടെ നല്ല കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് ഐറ്റംസ്, ക്യാമലിൻ്റെ ഡിസൈൻസ്. പിന്നെ ഇത് സ്ഥിരം പരിപാടി കേട്ടോ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ബോട്ടിൽ നോക്കുക എന്നുള്ളത്. അങ്ങനെ വാങ്ങിച്ചൊരു 4-5 ബോട്ടിലുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി ബാറ്ററി, ഇതും എന്നും ഉണ്ടാവുന്ന ഒരു കലാപരിപാടിയാണ്. നമ്മളെപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും യുവിക്ക് വേണ്ടി കുറച്ച് ബാറ്ററി നമ്മൾ വാങ്ങിക്കും, കാരണം അത്രയും ടോയ്സ് ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബാറ്ററി അവൻ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. ഇത് കുറച്ച് ബുക്സ്, നല്ല രസമുണ്ട് അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പിന്നെ ഞങ്ങളതോട് വിട്ടു. അപ്പോൾ ഇപ്രാവശ്യം കാര്യമായി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അത് നമ്മളെല്ലാവർക്കും നമ്മളെ ലൈഫിൽ വേണ്ട ഒരു സംഗതിയാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത്. ഓക്കെ, അപ്പോൾ ഇത് ബുക്ക് എടുക്കുമ്പോൾ, ഡയറി എടുക്കുമ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഏട്ടന് കമ്പനിയിൽ നിന്ന് ഡയറി കിട്ടും. എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഓരോ ഡയറി എടുത്തു. ഇത് ഒരുപാട് ഗ്ലാസ് പീസ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ഇതുപോലത്തെ ഒരുപാട് ഷോപ്സ് ഇപ്പോൾ നമ്മളെ നാട്ടിലും ഉണ്ടല്ലോ അല്ലേ. നമുക്കെല്ലാം ഒരു റീസണബിൾ റേറ്റിൽ കിട്ടുന്ന, ഇത് നല്ലൊരു ലിക്വിഡ്, വാഷിംഗ് ലിക്വിഡ് നോക്കുകയാണ്. നല്ല മണത്ത് നോക്കി നല്ല സ്മെല്ലുള്ളവരെണ്ണാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ ഇതാ ഇങ്ങനെ പോകുന്നു. യുവി അതിൻ്റെ ഇടയിൽ ഒരു ടോയ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നോട് അഭിപ്രായം ചോദിക്കുന്ന സീനാണ് കേട്ടോ കണ്ടത്. എന്തെടുത്താലും ഒന്ന് ചോദിക്കും, എൻ്റെ ഒരു അപ്രൂവൽ. ഓക്കെ, ഇതൊരു സ്ക്രബ്ബറാണ്, നമ്മൾ ഫുഡ് സ്ക്രബ്ബറാണ്. ഞാൻ ഒരുപാട് കാലമായി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. നാട്ടിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇവിടെ എത്തിയപ്പോൾ കാലിനൊക്കെ ചെറിയ തണുപ്പ് തുടങ്ങിയപ്പോൾ ഒരു പൊട്ടൽ. ഇത് പിന്നെ കുട്ടികളുടെ ലിക്വിഡ്സ് ആണ്, അവരെ വാഷ് ചെയ്യുന്ന. നമ്മൾ എടുത്തൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ, ഒരു ചെറിയൊരു കുടുക്ക് സാധനം, നല്ല ഭംഗിയുണ്ട് അല്ലേ. എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ഇത് എന്ത് പർപ്പസാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. നല്ല ഭംഗിയുണ്ട് എന്തായാലും, ഡെക്കർ ഐറ്റം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇത് പിന്നെ വീണ്ടും ഒരുപാട് ഫ്ലാഗ്സ് ഒക്കെ തൂക്കിയത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഫുള്ള് യുവിയുടെ എഡ്യൂക്കേഷണൽ ടോയ്സ് ആണ് കേട്ടോ. ഒരുപാട് നമ്മൾ ഇങ്ങനെ എവിടെ ഷോപ്പിങ്ങിന് പോയാലും ആദ്യം നോക്കുന്ന ഒരു സാധനമാണ്, എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം എഡ്യൂക്കേഷണൽ ടോയ്സ് ഉണ്ടോ. യുവിക്കൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതിനുള്ള ഒരു മൾട്ടി ഫങ്ഷൻ സ്റ്റാക്കിൻ്റെ വീഡിയോ കേട്ടോ. ഇതൊക്കെ ഇവിടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തത്. അതൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയേണ്ടായിരുന്നു, ഓരോ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എഡ്യൂക്കേഷണൽ ടോയ്സിൻ്റെ, അതിൽ പറയാം കേട്ടോ. ഇനി ഇതാ നമ്മളെ കുഞ്ഞു പർച്ചേസൊക്കെ കഴിഞ്ഞു. യുവി ഇപ്പോഴും ആ ലബൂപ്പൂൻ്റെ ടോയ് കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ ബില്ലടിപ്പിക്കുന്ന തന്നെയാണ്. എന്തായാലും നോക്കാം.
ഓക്കെ, അങ്ങനെ നമ്മൾ കുട്ടി പർച്ചേസൊക്കെ കഴിഞ്ഞു. ഓരോ പ്രാവശ്യം പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കുറച്ച് പൈസ പൊട്ടുമെങ്കിലും വല്ലാത്തൊരു റിലാക്സേഷനാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും വാങ്ങിക്കും, എനിക്കറിയായിരുന്നു. ഇതിനി യൂസ് ചെയ്യാൻ ഇല്ലേ എന്നുള്ളത് യുവിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാട്ട് ഇഷ്ടമായോ? അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.